ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈബർ സോൺ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ചാനൽ ആർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു പിക്കിനെയാണ് ചാനൽ ആർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യമേ ക്യാൻവ എന്ന ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ക്യാൻവ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ കയറി നമുക്ക് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ക്യാൻവ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഐക്കൺസ് ഉണ്ടാവും. നമുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തയ്യാറാക്കാനും യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഇതിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് യൂട്യൂബ് ചാനൽ ആർട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ സി ഓൾ കൊടുക്കുക. അപ്പോൾ പലതരത്തിലുള്ള ചാനൽ ആർട്ട് നേരത്തെ തന്നെ ക്രിയേറ്റ് ചെയ്തത് ഇതിൽ കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് ക്യാൻവ ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ഫ്രീ എന്ന് എഴുതിയിരിക്കുന്നതിലാണെങ്കിൽ നമുക്ക് അതിന് വേറെ പേയ്മെൻ്റ് ഒന്നും വേണ്ട. അല്ലാതെ ഉള്ളതിനാണെങ്കിൽ നമുക്ക് അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പിക്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഒരുപാട് പിക്ചേഴ്സ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഇതിൽ നിന്ന് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിക്കാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇനി അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഈ പിക്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വേറെ പിക്ചേഴ്സ് നമ്മുടെ ഗാലറിയിലുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പിക്ചർ തന്നെ മതിയെന്നുണ്ടെങ്കിൽ അത് തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നടുവിൽ ആ ഹെഡിങ് ടൈറ്റിൽ കൊടുക്കുന്ന ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ചാനൽ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സൈബർ സോൺ എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ചാനൽ നെയിം സൈബർ സോൺ എന്നാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ചുകൂടെ ലെറ്റേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. വേറെ എന്തെങ്കിലും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചാനലിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഞാനിപ്പോൾ ഇവിടെ സൈബർ സോൺ എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഫോണ്ട് ആണെങ്കിലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ കളർ ഓപ്ഷൻ ഇതിൽ ഏതെങ്കിലും ഒരു കളറ് വേണമെങ്കിൽ നമുക്ക് മാറ്റി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. കണ്ടോ, പലതരത്തിലുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ വൈറ്റ് തന്നെയാണ് നന്നായിട്ട് തോന്നിയത്. അപ്പോൾ വൈറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാനൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഫോണ്ട് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഫോണ്ടിൻ്റെ സൈസ് ആണെങ്കിലും നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് ഇറ്റാലിക്സിലാക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണത്. ഇത് സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയാണ്, ലെറ്റേഴ്സിനിടയ്ക്കുള്ള സ്പേസിങ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ലൈൻ ഹൈറ്റും ഉണ്ട്. അപ്പോൾ അത് 2 ലൈനായിട്ടുള്ള ഹെഡിങ് വല്ലതും ആണെങ്കിൽ ലൈൻ ഹൈറ്റും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ആസ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആർട്ട് ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സേവ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. ഇത് ഫുള്ള് സേവായി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിൽ ഈ പിക്ക് പിന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഫുള്ള് സേവായിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ ഗാലറിയിൽ നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഫോണിൽ തന്നെ ക്രോം എടുക്കുക. ക്രോം എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ക്രോമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ യൂട്യൂബ് എടുക്കുക. www.youtube.com സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിന് തൊട്ട് മുകളിലായിട്ടുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ ഫോണിൽ എങ്ങനെയാണ് ഡെസ്ക്ടോപ്പ് സൈറ്റിലെ വ്യൂ ആയിരിക്കും പിന്നെ നമ്മുടെ ഫോണിൽ കാണുന്നത് നമ്മുടെ ചാനലിൻ്റെ. അപ്പോൾ ഇങ്ങനെയായിരിക്കും പിന്നീടുള്ള വ്യൂ കാണുന്നത്. ഇനി അതിന് വീണ്ടും തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ലോഗോയിൽ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് അതിൽ നിന്നും യുവർ ചാനൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു സ്ക്രീൻ ആയിരിക്കുള്ളൂ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറ്റി എടുക്കുന്നതാണ്. ഇനി കസ്റ്റമൈസ് ചാനലിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ വീണ്ടും നമ്മുടെ ചാനൽ ആർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഒരു പെൻ ഐക്കൺ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കതിൽ ആഡ് ചാനൽ ആർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡ്രാഗ് എ ഫോട്ടോ ഹിയർ എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽസ് എന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗാലറിയിലുള്ള പിക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ പിക്ക് സെലക്ട് ചെയ്യുക. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡായി കിട്ടും. അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വേറെ. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഒക്കെ കാണുന്ന പ്രിവ്യൂ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ആ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ സൈസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നടുവിൽ കാണുന്ന ആ ഒരു പോർഷൻ ആയിരിക്കുള്ളൂ നമ്മുടെ ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഒക്കെ കാണുന്നത്. അപ്പോൾ ആ സൈസ് വേണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് ആ നെയിം കിട്ടുന്ന വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പ്രിവ്യൂ ആണ് കാണുന്നത്. ചാനൽ ആർട്ടിൻ്റെ പ്രിവ്യൂ ആണ്. അപ്പോൾ ഇത് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബ് ചാനലിൽ ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നുള്ള ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.